നമ്മുടെ ആരോഗ്യ മേഖല തകരുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. കാരണം അത് തകർന്നാലല്ലാണ്ട് അവർക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കാൻ പറ്റില്ല. ടാർഗറ്റ് വെച്ചിട്ടാണ് ഇത്ര ലാബ് കോളിസിസ്റ്റമി ചെയ്യണം, അപ്പം നിങ്ങൾക്ക് സർജറി വേണോ വേണ്ടയോ എന്നുള്ളത് അതൊരു വിഷയമല്ല. 25 ഡോക്ടർമാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. ഗവൺമെൻറ് കൺസിഡർ ചെയ്തില്ല. ഗവൺമെൻറ് നടന്നോട്ടെ, കുഴപ്പമില്ല. ഏകദേശം 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ ഭീമൻ കോർപ്പറേറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നു. ഇതിൻ്റെ ഇടയിൽ സർ നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ് പറഞ്ഞു കഴിഞ്ഞാൽ പേഷ്യൻസ് തുടക്കത്തിലൊക്കെ ഭയങ്കര സപ്പോർട്ടീവായിരുന്നു. പക്ഷേ ഇതിന് ശേഷം ഒരു കത്രിക മറന്നു വെച്ചു. ആക്ച്വലി ആർട്ടറി ഫോസെപ്സ് ആണ് മറന്നു വെച്ചത്. അപ്പോൾ ആ ഒരു ഇഷ്യൂ വന്നതിന് ശേഷം ഇത്രയും പേഷ്യൻസിനെ നോക്കാത്ത ഡോക്ടേഴ്സിനെ എന്തിന് സപ്പോർട്ട് ചെയ്യണം എന്നുള്ള ചോദ്യങ്ങളാണ് ഉന്നയിക്കുന്നത്. സാറിന് എന്താണ് ശരിക്കും ഈ ഒരു ഇഷ്യൂവിൽ പറയാനുള്ളത്? KGMCTയെ കാലങ്ങളായി ഉയർത്തിയ പ്രശ്നത്തിൻ്റെ ഒരു ബാക്കിപത്രം തന്നെയാണ്. നമ്മൾ ചൂണ്ടിക്കാണിച്ച പ്രശ്നങ്ങൾ തന്നെയാണ് ഇതിലേക്ക് നയിച്ചിട്ടുള്ളത്. ഞാനിപ്പോൾ നേരത്തെ ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ പറഞ്ഞു, നമ്മുടെ സ്റ്റാഫ് സ്ട്രെങ്ത്ത് കോഴിക്കോട് ഇപ്പോൾ ഇതിൽ ഈ ഒരു സർജറി ചെയ്യുന്നത് സർജൻ, സർജറി അസിസ്റ്റൻറ്റ്, ഒപ്പം സ്ക്രബ് നേഴ്സ്, ചിലപ്പോൾ ഒരു നേഴ്സ് കൂടെ ഉണ്ടാവും, ഒരു 1-2 സർജന്മാരുണ്ടാവും. ഫസ്റ്റ് അസിസ്റ്റൻറ്റ്, സെക്കൻഡ് അസിസ്റ്റൻറ്റ്, സർജൻ, സ്ക്രബ് നേഴ്സ്, ഇതൊരു ടീമാണ് സർജൻ. അപ്പോൾ അനസ്തറ്റിസ്റ്റ് ഉണ്ടാവും, അനസ്തീഷ്യ ടെക്നീഷ്യൻ, അനസ്തറ്റിസ്റ്റ് ഇപ്പോൾ 1-2 അനസ്തറ്റിസ്റ്റുകളുണ്ടാവും. ഇതൊന്നും കൂടാതെ ഫ്ലോർ നേഴ്സ് എന്ന് പറയുന്ന ഒരു സ്റ്റാഫ് കൂടെ വേണം. അപ്പം ഈ ഒരു ലാപ്രോട്ടമി എന്ന് പറഞ്ഞാൽ വയറ് തുറന്നിട്ടുള്ള ശസ്ത്രക്രിയകളിലാണ്, സർജറികളാണ് സാധാരണ ഈ ഒരു ഇൻസ്ട്രുമെൻറ്റ് ലെഫ്റ്റ് ഓവറായി റീറ്റെയിൻഡ് ഫോറിൻ ബോഡി എന്നാണ് ഇതിനെ വിളിക്കുക. സാധാരണ അതിൽ ചില മെറ്റാലിക് ഇൻസ്ട്രുമെൻറ്റുകളായ ഫോസെപ്സുകളോ ചിലപ്പോൾ ഗോസുകളോ ചിലപ്പോൾ കത്തീഡറുകളോ നീഡിലുകളോ ഇങ്ങനെ മറന്നു വയ്ക്കപ്പെടാറുണ്ട്. ഇതിൽ നമ്മൾ ഇങ്ങനത്തെ ഇവൻറ്റുകൾ വരുമ്പോൾ നമ്മൾ പാലിക്കേണ്ട ഒരു നിയമം എന്ന് പറയുന്നത് മർഫീസ് ലോ ആണ്. മർഫീസ് ലോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വാട്ട് ദാറ്റ് ക്യാൻ ഹാപ്പൻ ദാറ്റ് വിൽ ഹാപ്പൻ എന്നുള്ള ലോ ആണ് മർഫീസ് ലോ. അപ്പോൾ മറന്നു വയ്ക്കാൻ സാധ്യതയുണ്ട്, അങ്ങനെയാണ് അത് സംഭവിച്ചിരിക്കും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇത് സംഭവിക്കാതിരിക്കാനുള്ള മുൻകരുതലുകൾ എടുക്കണം. ഈ മുൻകരുതലുകൾ പ്രോട്ടോക്കോളുകളായിട്ട് അവിടെ ഓൾറെഡി ഉണ്ട്. അപ്പോൾ നമ്മൾ ഇത് തടയുന്നത് WHO ചെക്ക് ലിസ്റ്റ് എന്ന സംവിധാനം വെച്ചിട്ടാണ്. WHO ചെക്ക് ലിസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രോഗി ഈ ഒരു മറന്നു വയ്ക്കുന്ന ഇവൻ്റ് മാത്രമല്ല സർജിക്കൽ കോംപ്ലിക്കേഷനുകളായിട്ട് വരുന്നത്. ഇത് ഒഴിവാക്കാവുന്ന അവോയ്ഡബിൾ സർജിക്കൽ കോംപ്ലിക്കേഷൻസ് എന്നാണ് നമ്മൾ പറയുക. ഇപ്പോൾ ഇൻഫെക്ഷൻസ് നമുക്ക് ചിലപ്പോൾ ഒഴിവാക്കാൻ പറ്റില്ല, പക്ഷേ ഇങ്ങനെ മറന്നു വയ്ക്കുന്ന കാര്യങ്ങൾ നമുക്ക് ഒഴിവാക്കാൻ പറ്റും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ സൈൻ ഇൻ, ചെക്ക് ഔട്ട്, ഇങ്ങനെ ഒരു പ്രോട്ടോക്കോളാണ് ഉപയോഗിക്കുന്നത്. അതിൽ സൈൻ ഇനിൽ നമ്മൾ രോഗി ബോധത്തോടെ ഇരിക്കുമ്പോൾ തന്നെ നമ്മൾ പരസ്പരം എന്ത് സർജറിയാണ് ചെയ്യാൻ പോകുന്നത്, ഏത് പേഷ്യൻറ്റിലാണ് ചെയ്യാൻ പോകുന്നത്, പേഷ്യൻ്റെ പേര്, പേഷ്യൻ്റെ ഐഡൻറ്റിറ്റി, ഏത് ഭാഗത്താണ് സർജറി ചെയ്യാൻ പോകുന്നത്, ഏത് സൈഡിലാണ് സർജറി ചെയ്യാൻ പോകുന്നത്, റൈറ്റ് പേഷ്യൻറ്റ്, റൈറ്റ് സർജറി, റൈറ്റ് സൈഡ്. അതേപോലെ ഈ ടീം മെമ്പേഴ്സ് എല്ലാവരും പരസ്പരം പരിചയപ്പെടുത്തും. ഈ സ്ക്രബ് നേഴ്സ് ഏതെല്ലാം ഇൻസ്ട്രുമെൻറ്റ്സ് എടുത്തിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായ എണ്ണം രേഖപ്പെടുത്തി വയ്ക്കും. ഈ എത്ര ഇൻസ്ട്രുമെൻറ്റ്സ് വെച്ചിട്ട് ഇതിലേക്ക് കൊണ്ടുവരുന്നു എന്നുള്ളത് അവർ തുടങ്ങുന്ന സമയത്ത് ഡിക്ലെയർ ചെയ്യും. ഈ സർജറി കഴിഞ്ഞ് ഈ സ്കിന്ന് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് അല്ലെങ്കിൽ അബ്ഡമിനൽ വാള് ക്ലോസ് ചെയ്യുന്നതിന് മുമ്പ് ഈ എടുത്ത എല്ലാ ഇൻസ്ട്രുമെൻറ്റുകളും അത് അതേപടി തിരിച്ചെടുത്തിട്ടുണ്ട്. അപ്പം 3 കെട്ട് ആർട്ടറി ഫോസെപ്സാണ് എടുത്തിരുന്നത്. ഒരു ആർട്ടറി ഫോസെപ്സിൻ്റെ കെട്ടിൽ 6 ആർട്ടറി ഫോസെപ്സാണ് ഉണ്ടാവുക. ആ കെട്ട് അതേപോലെ അതിലുണ്ട് എന്നുള്ളത് സിസ്റ്റർ ഉറപ്പ് വരുത്തും. ഗോസുകൾ എത്ര എണ്ണം എടുത്തിട്ടുണ്ട് അത് അതേപടി ഉറപ്പ് വരുത്തും. എടുത്ത ഗോസുകൾ അത്രയും എണ്ണം തിരിച്ചെടുത്തിട്ടുണ്ട് എന്നുള്ളത് ഉറപ്പ് വരുത്തും. അപ്പോൾ ഇതെല്ലാം ഫ്ലോർ നേഴ്സ് എന്ന് പറയുന്ന സ്റ്റാഫ് ഇതെല്ലാം വെരിഫൈ ചെയ്യും. സാധാരണ ഇതിൽ RCCയിലൊക്കെ ആണെങ്കിൽ ഈ എടുത്ത ഗോസുകൾ തൂക്കിയിടാൻ വേണ്ടിയിട്ട് അതിനായിട്ടൊരു സ്റ്റാൻഡ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ആ എടുത്ത ഗോസുകളൊക്കെ അവിടെ ഇങ്ങനെ തൂക്കിയിടും. അപ്പോൾ എത്ര എണ്ണം എടുത്തു എന്നുള്ളത് കാണാം. അത് അനസ്തറ്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം അതൊരു വിഷ്വൽ, എത്ര ബ്ലീഡിങ് ഉണ്ടായി എന്നുള്ളതിൻ്റെ വിഷ്വൽ അനാലിസിസ് കൂടെയാണ്. ഈ ഗോസുകളുടെ എണ്ണം നോക്കിയിട്ടാണ് ബ്ലീഡിങ് കണക്കാക്കുന്നത്. വിഷ്വൽ അസസ്മെൻ്റ് എന്നാണ് പറയുക. അപ്പോൾ അങ്ങനത്തെ സംവിധാനങ്ങൾ വെച്ചിട്ട്, ചെക്ക് ലിസ്റ്റുകൾ വെച്ചിട്ട് ഇത്തരം ഇതിനെ നെവർ ഇവൻറ്റ്സ് എന്നാണ് വിളിക്കുക. ഇത്തരം ഇവൻറ്റുകൾ ഉണ്ടാകുന്നില്ല എന്നുള്ളത് ഉറപ്പുവരുത്തേണ്ടത്. നമ്മുടെ ആശുപത്രികളിൽ ഈ ഹ്യൂമൻ റിസോഴ്സ് ക്രഞ്ച് കാരണം ഈ ഫ്ലോർ നേഴ്സ് എന്ന് പറയുന്ന സംവിധാനം നിലവിലില്ല. പലപ്പോഴും ഈ
നമ്മുടെ സ്ക്രബ് നേഴ്സ് ചിലപ്പോൾ രാത്രി ഡ്യൂട്ടി എടുത്തിട്ടായിരിക്കും വേറെ ആരെങ്കിലും ലീവ് ആകുമ്പോൾ പകരം വരുന്നത്. നമ്മുടെ ആശുപത്രികളിൽ സാധാരണ വാർഡിലാണെങ്കിൽ 6 രോഗികൾക്ക് ഒരു നേഴ്സ് എന്ന രീതിയിൽ ഒരു സ്റ്റാഫ് നേഴ്സ് വേണമെന്നാണ് കണക്ക്. നമ്മുടെ ആശുപത്രികളിൽ, സർക്കാർ ആശുപത്രികളിൽ അത് 60 രോഗികൾക്ക് ഒരു സ്റ്റാഫ് നേഴ്സ് എന്ന രീതിയിലാണ്. ICUകളിൽ 1:1 ആണ്. ഒരു രോഗിക്ക് ഒരു നേഴ്സ് വേണം. നമ്മുടേത് 20 രോഗികൾക്ക് ഒരു നേഴ്സാണ് ICUവിൽ. ഹൈ ഡിപ്പെൻഡൻസി യൂണിറ്റിൽ 2:1 ആണ്. നമ്മുടേത് 50 രോഗികൾക്ക് അല്ലെങ്കിൽ 40 രോഗികൾക്ക് ഒരു നേഴ്സ് എന്നുള്ള കണക്ക്. ഇത് ആക്ച്വലി ഒരു ഞെട്ടിക്കുന്ന കണക്കാണ്. ഇത് എന്തുകൊണ്ടാണ് മീഡിയാസ് അപ്പം ഇതുവരെ ചർച്ച ചെയ്തോ? ഞാൻ ഇപ്പോൾ സാർ പറഞ്ഞപ്പോഴാണ് ഞാനും ഇത് അറിയുന്നത്. ഞാൻ പൊതുവേ എന്തെങ്കിലുമൊക്കെ മെഡിക്കൽ കോളേജിൽ പ്രശ്നം ഉണ്ടാകുമ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ കാണുന്ന കമൻസ് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ നഴ്സിൻ്റെ പെരുമാറ്റം കാണണം, അവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ പെരുമാറ്റം കാണണം. കാരണം 10 ആൾക്കാരെ മീറ്റ് ചെയ്യേണ്ട ഡോക്ടർ മീറ്റ് ചെയ്യുന്നത് 10 ആൾക്കാരെയല്ല. അപ്പം ഒബ്വിയസ്ലി അതും അവർ ഉറക്കം കിട്ടാതെ, ഞാൻ ഇടയ്ക്കൊക്കെ ഓർത്തോയിലൊക്കെ ഞാനിങ്ങനെ കണ്ടിട്ടുണ്ട് റൗണ്ട്സിൻ്റെ ഇടയിൽ റെസിഡൻസ് ഇങ്ങനെ ഉറക്കം തൂങ്ങി വീഴാനാവുന്നത്. അപ്പോൾ ഞാൻ ആലോചിക്കും ഇവർക്ക് എന്തുകൊണ്ടാണ് ഉറക്കം കിട്ടാത്തത് എന്നുള്ളത്. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്യേണ്ടി വരുന്നത്? ഒരു ഹിസ്റ്ററി എടുക്കുന്ന ടൈമിൽ ഇത്ര മണിക്കൂർ ഉറങ്ങണം, ഭക്ഷണം കഴിക്കണം കറക്റ്റായിട്ട് എന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ അഡ്വൈസ് കൊടുക്കുന്ന ആൾക്കാരുടെ കൺസിഡറേഷൻസ് എന്താണ് ആരും കണക്കാക്കാത്തത്? റിസോഴ്സസ് വേണം, ഫൈനാൻഷ്യൽ അലോക്കേഷൻ ഈ ഹെൽത്തിലേക്ക് വരണം. ഇതിനൊരു നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ പലപ്പോഴും ലാഭമുണ്ടാക്കുന്ന മേഖലകളിലേക്ക്, ഇപ്പോൾ KSFE അല്ലെങ്കിൽ KSEB, ഈ KSEB ആണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങിക്കുന്ന ആൾക്കാരുള്ളത്. എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ KSEB പൈസ ഉണ്ടാക്കുന്നുണ്ട്, ഇൻഡസ്ട്രീസിന് കറണ്ട് വിട്ടിട്ട് പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ അവർക്ക് കൊടുക്കാൻ പൈസയുണ്ട്. KSRTCയിൽ അവർക്ക് കൊടുക്കാൻ പൈസയില്ല. നമ്മൾ പലപ്പോഴും ഗവൺമെൻറ് ഈ സക്സസ് അളക്കുന്നത് എത്രത്തോളം ഇൻകം അവർ ജനറേറ്റ് ചെയ്യുന്നതനുസരിച്ചിട്ടാണ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു ഇൻകം ജനറേറ്റ് ചെയ്യുന്ന മേഖലയല്ല, നമ്മൾ സർവീസ് മേഖലയാണ്. നിർഭാഗ്യവശാൽ അതിനെ ക്വാണ്ടിഫൈ ചെയ്യാൻ ഗവൺമെൻറ്റിന് പറ്റിയിട്ടില്ല. അപ്പോൾ ഈ എത്രമാത്രം സർവീസ് കൊടുത്തു എന്നുള്ളത് ക്വാണ്ടിഫൈ ചെയ്യപ്പെടുകയാണെങ്കിൽ അതിനനുസരിച്ചുള്ള റിസോഴ്സ് അലോക്കേഷൻ വരും. അത് UK അങ്ങനെയാണ്. അവർ ചെയ്യുന്ന ഓരോ പ്രൊസീജിയേഴ്സും അവർ ബില്ല് ചെയ്യും. ആ ബില്ല് എന്നിട്ട് ഗവൺമെൻറ് വേവ് ഓഫ് ചെയ്യും. അപ്പോൾ ആ ക്യാഷ് അവർ അതിനനുസരിച്ചുള്ള റിസോഴ്സസാണ് അവർക്ക് അലോക്കേറ്റ് ചെയ്യുക. അങ്ങനെ എന്തെങ്കിലും ഒരു സിസ്റ്റം ഇവിടെ എത്രമാത്രം സർവീസ് ചെയ്യപ്പെടുന്നു, എത്ര യൂണിറ്റ് ഇൻകം ജനറേറ്റ് ചെയ്യപ്പെടുന്നതിന് പകരമാണ് ഈ സർവീസ് ഇവിടെ റൺ ചെയ്യുന്നുള്ളത് എന്ന് സ്റ്റേക്ക് ഹോൾഡേഴ്സിന് മനസ്സിലാകുന്ന ഒരു സിസ്റ്റം ഇല്ല എങ്കിൽ ഇത് ഇങ്ങനെ കാലാകാലം മെല്ലെ ഡിറ്റീറിയേറ്റ് ചെയ്ത് വരിക തന്നെയുള്ളൂ. അതിനനുസരിച്ചുള്ള, ഇപ്പോൾ ഞാനൊരു ചെറിയ എക്സാമ്പിൾ പറയാം. നമ്മുടെ ഇവിടുത്തെ പെർ ക്യാപിറ്റ സ്പെൻഡിങ് ടു ഹെൽത്ത് എന്ന് പറയുന്നത് 3100 രൂപയാണ് കേരളത്തിലുള്ളത്. UPയിലും സെയിമാണ്, സെയിം സ്പെൻഡിങ് ആണ്. കുറച്ചും കൂടെ ഇവിടെ ആ റിസോഴ്സസ് നേരെ ഹെൽത്തിലേക്ക് വരുന്നുണ്ടാകാം, കാരണം കുറച്ചും കൂടെ കറപ്ഷൻസ് കുറവുള്ള മേഖല. എന്തായാലും UPയിലുള്ളതിനേക്കാൾ ബെറ്റർ ഹെൽത്ത് സിസ്റ്റം നമുക്കുണ്ട്. പക്ഷേ നമ്മുടെ പെർ ക്യാപിറ്റ സ്പെൻഡിങ് UPയിലും കേരളത്തിലും സെയിമാണ്. അപ്പോൾ കേരളം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൺ ഓഫ് ദ ഏറ്റവും കുറച്ച് ഹെൽത്തിൽ സ്പെൻഡ് ചെയ്യുന്ന വൺ ഓഫ് ദ സ്റ്റേറ്റ്സാണ്. അത് മാറി ഹെൽത്തിൽ കൂടുതൽ തമിഴ്നാടും ഉണ്ട് കേട്ടോ. കേരളത്തോടൊപ്പം തന്നെ അത്രയും കുറച്ച് ഹെൽത്തിലേക്ക് സ്പെൻഡ് ചെയ്യാൻ മടിയുള്ളൊരു സംസ്ഥാനമാണ് തമിഴ്നാട്. അപ്പം അത് മാറിയിട്ട് ഹെൽത്തിലേക്ക് കൂടുതൽ സ്പെൻഡ് ചെയ്യേണ്ട ഒരവസ്ഥ വരണം. എങ്കിൽ മാത്രമേ, കാരണം ഇത് പറയാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ ഏറ്റവും കൂടുതലുള്ള സംസ്ഥാനങ്ങളിൽ ഒന്നും കൂടിയാണ് കേരളം. കേരളത്തിൽ ഇന്നിപ്പം ആശുപത്രിയിലേക്ക് ഏകദേശം 10,000 കോടി രൂപയുടെ ഇൻവെസ്റ്റ്മെൻറ്റാണ് പാശ്ചാത്യ രാജ്യങ്ങളിൽ നിന്ന് വന്നിട്ടുള്ളത്. ഭീമൻ കോർപ്പറേറ്റ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വന്നിരിക്കുന്നത്. അതിൽ തന്നെ ബ്ലാക്ക് സ്റ്റോൺ, KKR എന്ന് പറയുന്ന അതിഭീമന്മാരായ കമ്പനി, നമുക്ക് ഇറ്റ്സ് മോർ ദാൻ അവർ ഇമാജിനേഷൻ. ദേ ഓൺ ഓൾമോസ്റ്റ് ഹാഫ് ഓഫ് ദ വേൾഡ്. അവരാണ് കേരളത്തിലേക്ക് വന്നിരിക്കുന്നത്. ദേ ഓൺ ഓൾ ദ കമ്പനീസ്. ആപ്പിൾ, ഗൂഗിൾ, ടെസ്ല, എല്ലാ കമ്പനികളും ഓൺ ചെയ്യുന്ന കമ്പനികളാണ് ഇങ്ങോട്ട് വന്നിരിക്കുന്നത്, KKR, ബ്ലാക്ക് സ്റ്റോൺ. അപ്പം ഈ ഒരു കൊച്ചു കേരളത്തിൽ അവർ ഇത്രമാത്രം ഇൻവെസ്റ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ ഔട്ട് ഓഫ് ദ പോക്കറ്റ് എക്സ്പെൻഡിച്ചർ അത്ര ഹൈ ആയതുകൊണ്ടാണ്. ഇൻവെസ്റ്റ് ചെയ്യുന്ന പൈസ തിരിച്ച് എടുക്കാമെന്ന് ഉറപ്പില്ലാണ്ട് അവർ വരില്ല. KGMCTയുടെ ഈ ഒരു സമരത്തിന് ഇതിൻ്റെ ഒരു റിലവൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെ ആരോഗ്യ മേഖല തകരുക എന്നുള്ളത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ പ്രഖ്യാപിത ലക്ഷ്യങ്ങളിലൊന്നാണ്. കാരണം അത് തകർന്നാലല്ലാണ്ട് അവർക്ക് ഈ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചെടുക്കാൻ പറ്റില്ല. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഗവൺമെൻറ്റുകൾ മാറി മാറി വരും. നമ്മൾ
ഞാൻ എന്നെ സംബന്ധിച്ചിടത്തോളം ഇനിയൊരു ഐ ഹോപ്പ് ദാറ്റ് ഐ വിൽ ബി ദർ ഫോർ അനദർ 20 years. സോ അനദർ 20 years അത് കഴിഞ്ഞു. നമുക്ക് ഈ മെഡിക്കൽ കോളേജുകൾ അതേപടി നിലനിൽക്കേണ്ടത് നമ്മുടെ അത്യാവശ്യമാണ്. ഓരോരോ ഗവൺമെൻറ്റുകളെ സംബന്ധിച്ചിടത്തോളം ചിലപ്പോൾ അവർക്ക് ആ 5 കൊല്ലം അവർക്ക് നോക്കിയാൽ മതി. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇനി അത് കഴിഞ്ഞു ഈ സർവീസ് മേഖല അതേപടി നിലനിർത്തേണ്ടത് ഓരോ ഡോക്ടറുടെയും ആവശ്യമാണ്, ഈ നാട്ടിലെ പൊതുജനങ്ങളുടെ ആവശ്യമാണ്. കാരണം അല്ലെങ്കിൽ യു കനോട്ട് ഇമാജിൻ വാട്ട് വിൽ ഹാപ്പൻ. ഈ ഒരു മേഖല ഇല്ലെങ്കിൽ ഈ ഇപ്പം ബേബി മെമ്മോറിയൽ ഹോസ്പിറ്റൽ KKR പർച്ചേസ് കഴിഞ്ഞതാണ്. മിംസ് ഭീമമായ എഫക്റ്റ് ആയിരിക്കും. US ഉള്ള പോലെ തന്നെ ഭീമമായ വർധനവ് ഹെൽത്ത് കെയറിലുണ്ടാവും, ഹെൽത്ത് കെയർ കോസ്റ്റിലുണ്ടാവും, ഭയങ്കര വർധനവുണ്ട്. ആൾക്കാർ കൂടുതൽ ഗവൺമെന്റിലേക്ക് റിലൈ ചെയ്യാൻ. അപ്പോൾ ഞാൻ ഒരു ചെറിയ ഉദാഹരണം പറയാം. അവിടെ കൃത്യമായി മന്ത് എൻഡിൽ ബി അനാലിസിസ്, എത്ര പേര് എത്ര സർജറി ചെയ്തു. അപ്പോൾ ലാബ് കോളിസിസ്റ്റേറ്റിൻ്റെ എണ്ണം ചെറുതായിട്ട് കുറഞ്ഞിട്ടുണ്ട്. ലാബ്രോസ്കോപ്പിക് പിത്താശയം എടുത്ത് കളയുന്ന താക്കോൽദ്വാര പ്രൊസീജിയർ, അതൊരു സിമ്പിൾ പ്രൊസീജിയറാണ്. അത് അത്യാവശ്യം ഇൻകം ജനറേറ്റിംഗ് ആണ്. അപ്പം എന്തുകൊണ്ട് ഇങ്ങനെ സർജിക്കൽ ഗാസ്ട്രോൻട്രോളജിസ്റ്റിനോടാണ് ചോദിക്കുന്നത് എന്തുകൊണ്ട് ലാബ് കോളിയുടെ എണ്ണം കുറഞ്ഞു. അപ്പോൾ അവർ പറഞ്ഞു, സാർ ലാബ് കോളി ചെയ്യാൻ അങ്ങനെ ഇൻഡിക്കേറ്ററുള്ള പേഷ്യൻറ്റ് വന്നാലല്ലേ നമുക്ക് ലാബ് കോളി ചെയ്യാൻ പറ്റുള്ളൂ. പിത്താശയത്തിൽ കല്ല് വേണം, അല്ലെങ്കിൽ കോളിസിസ്റ്റൈറ്റിസ് വേണം, വീക്കം വേണം. അപ്പം അവർ പറയുന്നത്, HR ടീമാണ് പറയുന്നത്, the only indication to do a lab cholecystectomy is the patient has a gallbladder. അപ്പോൾ ആ രീതിയിലേക്ക് കാര്യങ്ങൾ മാറും. ടാർഗറ്റ് വെച്ചിട്ടാണ് ഇത്ര ലാബ് കോളിസിസ്റ്റമി ചെയ്യണം. അപ്പം നിങ്ങൾക്ക് സർജറി വേണോ വേണ്ടയോ എന്നുള്ളത് അതൊരു വിഷയമല്ല. സർജറി ചെയ്യാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ ആ സർജറി അവിടെ ചെയ്തിരിക്കും. ആ ഒരവസ്ഥയിലേക്ക് നമ്മുടെ പേഷ്യൻസിനെ, അല്ലെങ്കിൽ നമ്മുടെ മെഡിക്കൽ കോളേജിൽ വരുന്ന അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള പേഷ്യൻസിനെ എറിഞ്ഞു കൊടുക്കാൻ സാധ്യമല്ല. അത് നമ്മൾ അംഗീകരിക്കുകയില്ല എന്നുള്ള ഉറച്ച പ്രഖ്യാപനം കൂടിയാണ് KGMCTയുടെ സമരം. KGMCT പറയുന്നത് ഇതാണ്, നമ്മൾ നാഷണൽ ഹൈവേസിലൊക്കെ എഴുതി വയ്ക്കുന്നില്ല, വിയർ വിത്ത് അസ് ഫോർ എ ബെറ്റർ ടുമാറോ. അത് തന്നെയാണ് നമ്മളും പറയുന്നത്. തൽക്കാലം നമ്മളെ ഒന്ന് സഹിക്കൂ, ഒരു 2-3 ദിവസത്തേക്ക് നമ്മളെ ഒന്ന് സഹിക്കൂ. ഈ നമ്മുടെ സമരം എന്ന് പറയുന്നത് ഒരു ബെറ്റർ ടുമാറോയ്ക്ക് വേണ്ടിയാണ്. നാളേക്ക് വേണ്ടി നമ്മുടെ മെഡിക്കൽ കോളേജുകളെ കരുതി വെക്കണമെന്നുള്ള നിശ്ചയദാർഢ്യമാണ് സംഘടനയ്ക്കുള്ളത്. അത് സംഘടന വിജയിക്കുമെന്ന് തന്നെയാണ്. നമ്മുടെ ഫൈനാൻഷ്യലായിട്ട് നമ്മൾ ഈ പറയുന്ന കാര്യങ്ങൾ ചിലപ്പോൾ ഗവൺമെൻറ് അംഗീകരിച്ചില്ല എന്ന് വരാം. പക്ഷെ നമ്മൾ ഉയർത്തിയ മൂല്യങ്ങൾ, നമ്മൾ ഉയർത്തിയ പ്രശ്നങ്ങൾ അതവിടെ ഉണ്ടാവുക തന്നെ ചെയ്യും. ഈ സമരം അവസാനിച്ചാലും ഇല്ലെങ്കിലും അതവിടെ തന്നെ ഉണ്ടാവും. അത് മതി സംഘടനയ്ക്ക്. ഈ ഉയർത്തിയ പ്രശ്നങ്ങൾ ഇപ്പം മീറ്റ് ചെയ്തിട്ടില്ല എങ്കിൽ സർ ഒരു 5 years വരാൻ പോകുന്ന മേജർ ചേഞ്ചസ് എന്തൊക്കെയാണ് സാറിന് തോന്നുന്നത്? എങ്ങനെയൊക്കെ മെഡിക്കൽ കോളേജിൻ്റെ ക്വാളിറ്റീനെ അത് എഫക്റ്റ് ചെയ്യുമെന്നാണ് സാറിന് തോന്നുന്നത്? കാരണം ഓൾറെഡി സാർ പറഞ്ഞു ക്വാളിറ്റി ഇവിടെ എഫക്റ്റഡ് ആണ് എന്നുള്ളത്. അപ്പം ഇതും കൂടി അതിൻ്റെ മേലെ വന്നു നമ്മൾ കൊടുക്കുന്ന എൻട്രി പേ കുറവാണെങ്കിൽ, അല്ലെങ്കിൽ ഈ ഡോക്ടേഴ്സിന് ആവശ്യത്തിന് ശമ്പളം കൊടുത്തിട്ടില്ല എങ്കിൽ അവർ നല്ല സാലറി കിട്ടുന്ന സ്ഥലത്തേക്ക് പോകും. ദിസ് വിൽ ഇവൻച്വലി ഹാപ്പൻ. കുറച്ച് കാലമായിട്ട് അവിടെ നിൽക്കുന്ന ആൾക്കാർ പോലും വിട്ടുപോകുന്നൊരവസ്ഥയാണ്. അതിപ്പോൾ വേറൊരു പ്രധാനപ്പെട്ട വാർത്ത ഇപ്പം പത്രങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. വലിയ വലിയ പ്രൊഫസർമാർ ഏർലി റിട്ടയർമെൻറ്റ് എടുത്ത് പോവുകയാണ്. VRS എടുക്കാൻ വേണ്ടിയിട്ട് 20 കൊല്ലം മതി. ഈ മെഡിക്കൽ കോളേജ് ടീച്ചേഴ്സിന് ഗവൺമെൻറ് ഒരു അനീതി കൂടി ചെയ്തിട്ടുണ്ട്, പെൻഷൻ സീലിംഗ്. സാധാരണ സ്റ്റാറ്റ്യൂട്ടറി പെൻഷനിലെ ഒരു ഇതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവസാനം വാങ്ങിയ സാലറിയുടെ ഹാഫാണ് കൊടുക്കുക. അത് ഇവർക്ക് കിട്ടുന്നില്ല. ഇവർക്ക് അതിൻ്റെ 1/3 കിട്ടുന്നൊരവസ്ഥ. പെൻഷൻ സീലിംഗ് എന്നൊരു സാധനം ഗവൺമെൻറ് കൊണ്ടുവന്നു. ഒരു 90,000 ഒക്കെ കൊടുത്ത് ആണ് കിട്ടുന്നത്. പെൻഷൻ സീലിംഗ് പ്രകാരം കിട്ടുക 90,000 ആണ്. 1.5 ലക്ഷം കിട്ടേണ്ടടുത്ത് 90,000 ആണ്, അല്ലെങ്കിൽ 80,000 ആണ് കിട്ടുക. ഈ 80,000 നിങ്ങൾക്കൊരു 20 years ആകുമ്പോൾ അത് അറ്റൈൻ ചെയ്യും. നിങ്ങൾ അതിൻ്റെ കൂടുതൽ വർക്ക് ചെയ്തതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങളുടെ പെൻഷൻ കൂടാൻ പോകുന്നില്ല. അപ്പം ഈ 20 years അല്ലെങ്കിൽ 22 years ആകുമ്പോൾ ആൾക്കാർ എന്ത് ചെയ്യാണ്? വിദഗ്ധരായ ഡോക്ടേഴ്സ് VRS എടുത്ത് പോകണം. ഇപ്പം 25ഓളം ഡോക്ടർമാർ ഓൾറെഡി VRS എടുത്ത് പോയി കഴിഞ്ഞു. കാരണം വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം ഈ 20 കൊല്ലം അവർക്ക് ഒരു 50 വയസ്സിൽ തികയും. 62 വയസ്സ് വരെ വർക്ക് ചെയ്യാം. പക്ഷേ 50 വയസ്സിൽ തികഞ്ഞു എന്ന് വിചാരിക്കുക. 50 വയസ്സിൽ ദേ ആർ സ്റ്റിൽ യങ്. ദേ ക്യാൻ ഗോ ഔട്ട് വെൻ വർക്ക് ഇൻ എ പ്ലേസ് വേർ അവരുടെ ഈ യൂത്തിനെ അവർക്ക് ഇടാൻ പറ്റും. സോ ദേ ക്യാൻ റിട്ടയർ ഏർലി. ഇപ്പോൾ ഈ 62 അവർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് വേറെ സ്ഥലത്ത് പോയി വർക്ക് ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാവും. കാരണം പെൻഷനും കാര്യമായിട്ട് കിട്ടുന്നില്ല. പെൻഷൻ അപ്പം പിന്നെ അവർ ഏർലി റിട്ടയർ ചെയ്യുകയാണ്. 25ഓളം ഡോക്ടർമാർ റിട്ടയർ ചെയ്ത് കഴിഞ്ഞു. ഗവൺമെൻറ് കൺസിഡർ ചെയ്തില്ല. ഗവൺമെൻറ് അത് നടന്നോട്ടെ, കുഴപ്പമില്ല എന്നുള്ള രീതിയിലാണ് ഗവൺമെൻറ് ഈ പ്രശ്നത്തിനെ കാണുന്നത്. എല്ലാവർക്കും അതിനനുസരിച്ച് പുതിയ ആൾക്കാർ വരുമായിരിക്കും. പക്ഷേ ഈ പിരിഞ്ഞു പോകുന്നത് എക്സ്പീരിയൻസ്ഡ് ഹാൻഡ്സ് ആണ്. ദോസ് ഹു ആർ വില്ലിംഗ് ടു റിട്ടയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദേ ആർ വില്ലിംഗ് ടു വർക്ക് ഓൾസോ. അതർവൈസ് യു കാൺ റിട്ടയർ.
ദേ ആർ വില്ലിങ് ടു വർക്ക് ചെയ്യാമെന്ന് കോൺഫിഡൻസ് ഉള്ള ആൾക്കാരാണ് ഈ റിട്ടയർ ചെയ്യുന്നത്. സർ, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ പൊതുവേ പബ്ലിക്കിൻ്റെ അടുത്ത് പറയുമ്പം അവർ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, നിങ്ങൾ ഫ്രീ ആയിട്ട് MBBS ഗവൺമെൻറ് കോളേജിൽ പഠിച്ചതല്ലേ, അപ്പം നിങ്ങൾ സേവനം ചെയ്യേണ്ടതല്ലേ, അതിപ്പോൾ പൈസ കിട്ടിയാലും ഇല്ലെങ്കിൽ. സാറിന് എന്താണ് പറയാനുള്ളത്? ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ ഒരുപാട് തവണ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. കാര്യം ഇപ്പോൾ ഗവൺമെൻറ് ഫ്രീ ആയിട്ട് പഠിപ്പിക്കുന്നത് MBBS ബിരുദധാരികളെ മാത്രമല്ല, എഞ്ചിനീയറിംഗ് ബിരുദധാരികൾക്കും അതേപോലെ ലോ കോളേജ് ബിരുദധാരികൾ എല്ലാവരെയും ഗവൺമെൻറ് കോളേജുകളെല്ലാം തന്നെ ആ ഒരു ഫ്രീ സ്ട്രക്ചറിലാണ് പഠിപ്പിക്കുന്നത്. അത് ഇറ്റ്സ് നോട്ട് ജസ്റ്റ് ഫോർ MBBS. അതിൽ നിന്ന് തിരിച്ച് കിട്ടുന്നത് ഒരുപക്ഷെ MBBSൽ മാത്രമായിരിക്കും. ഇപ്പോൾ ഹൗസ് സർജൻസി എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എന്തുകൊണ്ടാണ് ഓരോരോ ജില്ലകളിലും മെഡിക്കൽ കോളേജ് വേണമെന്ന് അവിടുത്തെ നാട്ടുകാർ പറയുന്നത്? ഈ മെഡിക്കൽ കോളേജുകളിൽ മാത്രമാണ് ഗവൺമെൻറ്റിന് ഒരു നിലവാരമുള്ള ടെർഷറി കെയർ കൊടുക്കാൻ പറ്റുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ ഫ്രീ ആയിട്ട് ജോലി ചെയ്യാൻ, അല്ലെങ്കിൽ സൗജന്യ നിരക്കിൽ തന്നെ പറയണം. കാരണം സ്റ്റേപ്പൻഡ് എന്ന് പറയുന്ന വളരെ തുച്ഛമായ തുക വാങ്ങിച്ച് അവിടെ 24 മണിക്കൂർ കഠിനാധ്വാനം ചെയ്യാൻ PGസും ഹൗസ് സർജൻസും ഉണ്ടാകും എന്ന ഉറപ്പിലാണ് ഗവൺമെൻറ് എല്ലാ ജില്ലകളിലും മെഡിക്കൽ കോളേജുകൾ തുടങ്ങുന്നത്. അപ്പം തിരിച്ചൊന്നും കിട്ടുന്നില്ല എന്ന് സമൂഹം എങ്ങനെയാണ് പറയുക? ഒരു എഞ്ചിനീയറിംഗ് കോളേജ് ബിരുദധാരിയിൽ നിന്നോ, അല്ലെങ്കിൽ ഒരു ലോ ബിരുദധാരിയിൽ നിന്നോ, അല്ലെങ്കിൽ ആർട്സ് കോളേജ് ബിരുദധാരിയിൽ നിന്നോ, സയൻസ് കോളേജ് ബിരുദധാരിയിൽ നിന്നോ കിട്ടുന്നതിനേക്കാൾ പല മടങ്ങ് സേവനം തിരിച്ച് ഒരു MBBS ബിരുദധാരിയിൽ നിന്നും അല്ലെങ്കിൽ ഒരു PG ബിരുദധാരിയിൽ നിന്നും സമൂഹത്തിന് അവർ പഠിച്ച് ഇറങ്ങുന്ന സമയത്ത് തന്നെ കിട്ടുന്നുണ്ട്. പിന്നെയും അവരത് പറയുന്നുണ്ടെങ്കിൽ അതിനെക്കുറിച്ച് ഐ ഹാവ് നോ അതർ സേ. ദിസ് ഈസ് മൈ ആൻസർ ഫോർ ദാറ്റ്. ഓക്കെ സർ, സാറിൻ്റെ ഒരു ഡേ എങ്ങനെയാണ്? എത്രത്തോളം മണിക്കൂറാണ് സാറിൻ്റെ ജോബ് എത്രത്തോളം സാറിൻ്റെ ലൈഫിൽ നിന്ന് കൺസ്യൂം ചെയ്യുന്നുണ്ട്? എന്നെ സംബന്ധിച്ചത് ഞാനിപ്പോൾ നമ്മൾ അങ്ങനെ അതിൽ ഇൻവോൾവായി ചെയ്യുന്നത് കൊണ്ടാണ്. സർജറി എന്ന് പറയുന്നൊരു ഫീൽഡ് ഞാൻ ഇഷ്ടപ്പെട്ടെടുത്തതുകൊണ്ട് എനിക്ക് അങ്ങനെ ഇതൊരു പലർക്കും അങ്ങനെയാണ്. നമ്മളാരും ഇതിനെക്കുറിച്ച് കംപ്ലയിൻറ്റ് പറയാതിരിക്കുന്നതിൻ്റെ കാരണമെന്ന് പറയുന്നത് വി ഡോണ്ട് ഫീൽ ദാറ്റ് ഇറ്റ് ഈസ് കൺസ്യൂമിങ് അവർ ലൈഫ് ഔട്ട് ഓഫ് അവർ ലൈഫ്. നമ്മളെ സംബന്ധിച്ചിടത്തോളം, ഒരു സർജനെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ആ ഒരു സർജറി ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു ഹൈ ഉണ്ടല്ലോ, ആ ഒരു ഹൈക്ക് വേണ്ടിയാണ് അവർ വർക്ക് ചെയ്യുന്നത്. അപ്പം ഐ ഡോണ്ട് തിങ്ക് ദാറ്റ് ഇറ്റ് ഈസ് ടേക്കിംഗ് അവേ എനി ലൈഫ് ഫ്രം മൈ ലൈഫ്. ബട്ട് സ്റ്റിൽ വി വാണ്ട് വർക്ക് ലൈഫ് ബാലൻസ്. മറ്റ് കാര്യങ്ങൾക്കും ഇൻകം കാര്യങ്ങളുമാണ്, അത് ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. സർജറി നമ്മുടെ പാഷൻ തന്നെയാണ്. പിന്നെ വേറെ കാര്യം ഞാൻ പറയാം, എനിക്ക് ഈ ഒരു സർജിക്കൽ ഫീൽഡിൽ വന്നതിന് ശേഷമാണ് ഞാൻ എവിടെയെങ്കിലും ബിലോങ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു ഫീലിംഗ് വന്നത്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഈ സർജറിയിൽ വന്നപ്പോഴാണ്. അപ്പം ഐ ആം നോട്ട് കംപ്ലൈനിങ്, വി ആർ കമ്മിറ്റഡ് ടു ദാറ്റ്. ഐ ആം നോട്ട് കംപ്ലൈനിങ് ആൻഡ് ദാറ്റ്സ് ഇറ്റ്. സർ, ഇതോടൊപ്പം തന്നെ ചോദിക്കാനുള്ളൊരു കാര്യമാണ്, സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക്സ് ആണ് മുടങ്ങുന്നത്. കാരണം വാർഡിൽ പഠിപ്പിക്കാൻ ആൾക്കാരില്ല, OPയിലായാലും പ്രശ്നം തന്നെയാണ്. എസ്പെഷ്യലി എൻ്റെ ബാച്ച് പറയുന്നത് 2021 ബാച്ച്, ഈ ഒരു കൊല്ലം എക്സാം എഴുതേണ്ട ബാച്ചാണ്. സ്റ്റുഡൻസിൻ്റെ അടുത്ത് സാറിന് എന്താണ് പറയാനുള്ളത്? കേരളത്തിലെ മെഡിക്കൽ സ്റ്റുഡൻസിനെ കുറിച്ച്, സർക്കാർ മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സ്റ്റുഡൻസിനെ പറ്റി പറയുകയാണെങ്കിൽ, കേരളത്തിലെ ഏറ്റവും മികച്ച വിദ്യാർത്ഥികളാണ് സർക്കാർ മെഡിക്കൽ കോളേജിലേക്ക് എത്തിച്ചേരുന്നത്. കാരണം അവർ മെറിറ്റ് അടിസ്ഥാനത്തിൽ വരുന്ന വിദ്യാർത്ഥികളാണ്. ഈ ഒരു സമരം കൊണ്ട് ഉണ്ടായൊരു ബുദ്ധിമുട്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രൈവറ്റ് മെഡിക്കൽ കോളേജിലെ വിദ്യാർത്ഥികൾക്ക് യഥാസമയം ക്ലാസ്സുകൾ ലഭിക്കുന്നു, അപ്പോൾ തന്നെ നമ്മുടെ വിദ്യാർത്ഥികൾക്ക് ക്ലാസ്സുകൾ ലഭിക്കുന്നില്ല എന്നുള്ളതാണ്. ഈ സമരം നീണ്ടുപോകുന്നത് ഈ ഒരു സർക്കാരിൻ്റെ നിലപാട് കാരണമാണ്. അപ്പോൾ അവരും അവരുടെ PTA അവരുടെ പാരൻസും എത്രയും പെട്ടെന്ന് സർക്കാരിനെ കണ്ടുകൊണ്ട് ഈ പ്രശ്നം എത്രയും പെട്ടെന്ന് രമ്യതയിലെത്തിക്കാനും ഒത്തുതീർപ്പിലെത്തിക്കാനും, ഈ നമ്മൾ KGMCT ഉയർത്തിയ പ്രശ്നങ്ങളിൽ എത്രയും പെട്ടെന്ന് അനുഭാവപൂർണ്ണമായ നിലപാടുകൾ എടുത്തുകൊണ്ട് ഈ സമരം എത്രയും പെട്ടെന്ന് അവസാനിപ്പിക്കാനുള്ള നീക്കുപോക്കുകൾ ഉണ്ടാക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. സർ, അപ്പോൾ ലാസ്റ്റായിട്ട് സാറിന് എന്താണ് പേഷ്യൻസിൻ്റെ അടുത്ത് പറയാനുള്ളത്? മെഡിക്കൽ കോളേജുകൾ അല്ലെങ്കിൽ സർക്കാർ ആരോഗ്യ മേഖല എന്ന് പറയുന്നത് നിലനിൽക്കുന്നത് ഏറ്റവും അണ്ടർ പ്രിവിലേജ്ഡ് ആയിട്ടുള്ള നിരാലംബരായ നിരാശ്രയരായ രോഗികൾക്ക് വേണ്ടിയിട്ടുള്ളതാണ്. ഇവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ഒരു കോർപ്പറേറ്റ് ആശുപത്രിയിലേക്കോ വൻകിട സ്വകാര്യ ആശുപത്രികളിലേക്കോ കയറി ചെല്ലാൻ ബുദ്ധിമുട്ടാണ്. ഭീമമായ തുക ചികിത്സയ്ക്ക് വേണ്ടി ചിലവഴിക്കാനും അവർക്ക് ബുദ്ധിമുട്ടാണ്. നിങ്ങളുടെ ജനപ്രതിനിധികളോട്, സർക്കാരിനോട് ആവശ്യപ്പെടേണ്ടത് കൂടുതൽ തുക ആരോഗ്യ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കാനാണ്. അതുവഴി മികച്ച അടിസ്ഥാന സൗകര്യങ്ങളും കൂടുതൽ സ്റ്റാഫും, കൂടുതൽ ഡോക്ടർമാർ, കൂടുതൽ നേഴ്സുമാർ, കൂടുതൽ സപ്പോർട്ടിംഗ് സ്റ്റാഫ്, ഇത്രയുമുള്ള മികച്ച ആശുപത്രികൾ നമ്മുടെ സംസ്ഥാനത്ത് നിലവിൽ വരേണ്ടതുണ്ട്. അതിനുവേണ്ടി കൂടുതൽ ഫൈനാൻഷ്യൽ അലോക്കേഷൻ, വിഭവങ്ങളുടെ
മാനവ വിഭവശേഷിയുടെ ഉയർത്തൽ, ഇത്തരം കാര്യങ്ങൾ നിർബന്ധപൂർവം നിങ്ങളുടെ സർക്കാരിനോട് ഈ മേഖലയ്ക്ക് വേണ്ടി നീക്കിവെക്കാൻ ആവശ്യപ്പെടുക. എങ്കിൽ മാത്രമേ നമുക്ക് മെച്ചപ്പെട്ട ഒരു ആരോഗ്യ മേഖല ഭാവിക്കായി വാർത്തെടുക്കാൻ സാധിക്കുകയുള്ളൂ. ഈ സമരം KGMCTയുടെ പ്രവർത്തനങ്ങളും മെച്ചപ്പെട്ട ഒരു ആരോഗ്യ മേഖല ജനങ്ങൾക്ക് വേണ്ടി നൽകുന്നതിനാണ്. അല്ലെങ്കിൽ ഈ ആരോഗ്യ മേഖല അതേപടി ഇവിടുത്തെ ഭാവി തലമുറയ്ക്ക് വേണ്ടി നിലനിർത്താൻ വേണ്ടിയാണ്. വൻകിട കോർപ്പറേറ്റ് ഭീമന്മാർക്ക് കേരളത്തിലെ ജനങ്ങളെ എറിഞ്ഞു കൊടുക്കുകയില്ല എന്ന പ്രതിജ്ഞയാണ് KGMCTയെ നിങ്ങളോട് മുമ്പിൽ പങ്കുവയ്ക്കുന്നത്. സോ സാർ, നമ്മളിന്ന് കുറേ പോയിന്റ്സ് ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. എനിക്ക് തോന്നുന്നു ആൾക്കാർക്ക് ഇതോടൊപ്പം മനസ്സിലായിട്ടുണ്ടാവണം, ഈ സമരം ജസ്റ്റ് ഡോക്ടേഴ്സിന് വേണ്ടിയിട്ടുള്ളൊരു സമരം മാത്രമല്ല, സമൂഹത്തിന് മൊത്തമായിട്ട് വേണ്ടിയിട്ടുള്ളൊരു സമരമാണ് എന്നുള്ളത്. ബിക്കോസ് ദിസ് സ്ട്രൈക്ക് ഇസ് എ കോൾ ഫോർ റിഫോം ആൻഡ് നോട്ട് ജസ്റ്റ് എ വിഡ്രോവൽ ഓഫ് സർവീസ്. So let the fight for justice continue and may justice be served. This is Radhika Diju signing off.